ശ്രീ സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കി ജയ്. നമസ്കാരം. എൻ്റെ പേര് ഉഷാ ജയദേവൻ. ശ്രീ സായി സച്ചരിതം ചാപ്റ്റർ 23. യോഗവും ഉള്ളിയും ക്ഷാമയെ വിഷം തീണ്ടി കോളറാനീതി നിരസിച്ചു. ഗുരുഭക്തിയുടെ കടും പരീക്ഷ. ജീവന് 3 ഗുണങ്ങളുണ്ട്: സത്വം, രജസ്, തമസ്. പക്ഷേ മായയാൽ മറയ്ക്കപ്പെട്ടതിനാൽ അവൻ അവൻ്റെ പ്രകൃതി, അതായത് പരമസുഖമായ ജ്ഞാനത്തെ മറന്ന് താനാണ് എല്ലാം ചെയ്യുന്നത് എന്ന് കരുതി അറ്റം കാണാത്ത ദുഃഖങ്ങളിൽ സമ്മിശ്രമായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയറിയാതെ കുഴങ്ങുന്നു. ഒരു വഴിയുള്ളത് ഗുരുവിൻ്റെ കാലുകളിൽ ശരണാഗതി അടയുക എന്നതാണ്. സായിനാഥൻ ഭക്തന്മാരെ സന്തോഷിപ്പിച്ച് തന്നിലേക്ക് ചേർക്കുന്നു. നമ്മൾ സായിബാബയെ മുൻപറഞ്ഞ കാരണങ്ങളാൽ ദൈവത്തിൻ്റെ ഒരു അവതാരമായി കാണുന്നു. ബാബ എപ്പോഴും ദൈവത്തിൻ്റെ വിശ്വസ്തനായ ജോലിക്കാരനാണെന്ന് സ്വയം പറഞ്ഞിരുന്നു. ഒരു അവതാര പുരുഷനായിരുന്നുവെങ്കിലും ബാബ ഈ ജീവിതത്തിൽ മനുഷ്യർക്ക് മനസ്സംതൃപ്തിയോടെ എങ്ങനെ ജോലികൾ ചെയ്യണമെന്നും കാണിച്ചു കൊടുത്തിരുന്നു. സായിബാബ ഒരിക്കലും മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ തനിക്കായി എന്തെങ്കിലും ചെയ്യുവാനോ പറഞ്ഞിട്ടില്ല. സർവചരാചരത്തിലും ദൈവത്തെ കണ്ടിട്ടുള്ള ബാബ അടക്കം പുണ്യമായി കരുതിയിരുന്നു. ആരെയും നിന്ദിക്കുകയോ അപമര്യാദയായി പെരുമാറുകയോ ചെയ്തിരുന്നില്ല. എന്തെന്നാൽ എല്ലാവരിലും ബാബ നാരായണനെ കണ്ടിരുന്നു. സായി ഒരിക്കലും ഞാനാണ് ദൈവം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കൂലിക്കാരനാണെന്നും മാത്രമല്ല എല്ലായ്പ്പോഴും അല്ലാ മാലിക്, ദൈവമാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. നമുക്ക് പലതരത്തിലുള്ള സന്യാസിമാരെ അറിയാം. അവരുടെ പെരുമാറ്റം, അവർ എന്തു ചെയ്യുന്നു എന്നിവ. നമുക്ക് ഒന്നു മാത്രം അറിയാം: ദൈവാനുഗ്രഹത്താൽ അവർ ഈ ലോകത്തിൽ അറിവില്ലാത്തവരെയും മനസ്സുള്ളവരെയും വിമോചിപ്പിക്കുവാനായി ജീവിക്കുന്നു. നമ്മളിൽ പുണ്യം ഉണ്ടെങ്കിൽ നമുക്ക് സന്യാസിമാർ പറയുന്ന ലീലകളും കഥകളും കേൾക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നു. നമുക്കിപ്പോൾ ഈ അധ്യായത്തിൻ്റെ മൂലകഥയ്ക്ക് തിരിയാം. യോഗവും ഉള്ളിയും. ഒരിക്കൽ നാനാ സാഹബ് ചന്ദോർക്കറുടെ കൂടെ ഒരു സാധു ഷിർദിക്ക് വന്നു. അദ്ദേഹം യോഗത്തിൽ പതഞ്ജലിയുടെ യോഗസൂത്രമടക്കം എല്ലാം പഠിച്ചിരുന്നു. പരിശീലന അഭ്യാസം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് കുറച്ചു നേരത്തേക്ക് കൂടി സമാധി നിലയിലിരിക്കുവാൻ കഴിഞ്ഞില്ല. സായിബാബ വിചാരിച്ചാൽ അവന് നീണ്ട നേരത്തേക്ക് സമാധിയിലിരിക്കുവാൻ കഴിയുമെന്ന് വിചാരിച്ച് അദ്ദേഹം ഷിർദിക്ക് വന്നു. മസ്ജിദിലേക്ക് ചെന്നപ്പോൾ സായിബാബ ചപ്പാത്തിയും ഉള്ളിയും ഭക്ഷിക്കുകയായിരുന്നു. ഇത് കണ്ടപ്പോൾ അയാൾ ആലോചിച്ചു, എങ്ങനെയാണ് ഈ മനുഷ്യൻ വെറും റൊട്ടിയും ഉള്ളിയും കഴിക്കുന്നത്? എൻ്റെ കഷ്ടങ്ങളെ തീർക്കാൻ എങ്ങനെ ഇദ്ദേഹം സഹായിക്കും? സായിബാബയ്ക്ക് ഇത് മനസ്സിലായി. എന്നിട്ട് നാനാ സാഹിബിനോട് പറഞ്ഞു, ഓ നാന, ആർക്ക് ഉള്ളി തിന്നിട്ട് ദഹിക്കാൻ സാധിക്കുന്നുവോ അവൻ അതുമാത്രം തിന്നണം. ഇങ്ങനെ പറയുന്നത് കേട്ട യോഗി അത്ഭുതപ്പെട്ടു. ഉടനെ ബാബയുടെ കാൽക്കൽ വീണു. തൻ്റെ ദുഃഖങ്ങൾ തുറന്നു പറഞ്ഞ് അതിനുള്ള പരിഹാരവും ബാബ പറയണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെ ബാബയുടെ അടുത്ത് നിന്ന് വിഭൂതിയും ആശിയും വാങ്ങി ഷിർദി വിട്ടു. ക്ഷാമയെ വിഷം തീണ്ടി. ഹേമത് പന്ത് ഈ കഥ ആരംഭിക്കുന്നതിന് മുമ്പ് ജീവനെ ഒരു തത്തയോട് ഉപമിക്കാമെന്ന് പറഞ്ഞു. അത് രണ്ടും ഒന്നു ചേരുന്നതാണ്. ഒന്ന് ദേഹത്തിൽ, ഇനി ഒന്ന് കൂട്ടിൽ. അവ വിചാരിക്കുന്നു അവയുടെ ഇപ്പോഴത്തെ ബന്ധനില അവർക്ക് നല്ലതാണെന്ന്. ഒരു സഹായി അല്ലെങ്കിൽ ഗുരു വരുമ്പോൾ ദൈവസഹായത്താൽ അവയെ കെട്ടിൽ നിന്ന് വിടുവിക്കുന്നു. അതായത് അവയുടെ കണ്ണുകൾ തുറന്ന് ആദ്യമായിരുന്ന ബന്ധനത്തെ വലുതായി അറിയുകയും നിക്ഷേപിച്ച ജീവിതം തുല്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ ബാബ വരാൻ പോകുന്ന സംഭവങ്ങളെ എങ്ങനെ നോക്കിയിരുന്നു? മിർക്കാറിന് സംഭവിക്കേണ്ടതും അതിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചതിനെ പറ്റിയും കാണിച്ചിരുന്നു. അതിനേക്കാൾ രസകരമായ ഒരു കഥ ഇപ്പോൾ പറയാം. ഒരിക്കൽ ഷാമാവിനെ വിഷം തീണ്ടി. ചെറുവിരൽ നീറാൻ തുടങ്ങുകയും വിഷം ദേഹത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പരക്കാനും തുടങ്ങി. വേദന അധികമായിരുന്നതിനാൽ അദ്ദേഹം താൻ മരിച്ചു പോകുമെന്ന് വിചാരിച്ചു. അദ്ദേഹത്തിൻ്റെ ചങ്ങാതിമാർ വിത്തോബ ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. ആ മാതിരി സംഭവങ്ങളെ സാധാരണയായി അവിടേക്ക് കൊണ്ടുപോവുക പതിവായിരുന്നു. പക്ഷേ ക്ഷാമ മസ്ജിദിലേക്ക് ഓടി തൻ്റെ വിത്തോബ, അതായത് സായിബാബയോട് ചേർന്നു. ഇത് കണ്ടപ്പോൾ ബാബ ചീത്ത പറയാനും നിലവിളിക്കാനും തുടങ്ങി. ബാബ അത്യന്തം കോപിഷ്ഠനായി പറഞ്ഞു, ഹേ വൈൽത്ത തുർഭ്യ പുരോഹിതർ, മേലോട്ട് പോകണ്ട. അങ്ങനെ ചെയ്താൽ സൂക്ഷിക്കുക. പിന്നെയും നിലവിളിച്ചുകൊണ്ട്, പോകൂ, പുറത്തേക്ക് പോകൂ, താഴോട്ട് വരൂ.
ബാബയുടെ ശരീരം ആസകലം ചുവന്നത് കണ്ട് ഷാമ നിരാശനായി. അദ്ദേഹം മസ്ജിദ് തൻ്റെ വീടാണെന്നും സായിബാബ തൻ്റെ രക്ഷകനായും കരുതിയിരുന്നു. പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഓടിച്ചാൽ എവിടേക്ക് പോകും? അദ്ദേഹം എല്ലാ വിശ്വാസങ്ങളെയും കളഞ്ഞ് നിശബ്ദനായി. കുറെ കഴിഞ്ഞപ്പോൾ ബാബ സാധാരണ നിലയിലായി. പിന്നെ ഷാമ മുകളിലേക്ക് പോയി ബാബയുടെ അടുത്തിരുന്നു. ഭയപ്പെടേണ്ട, അണുപോലും ചിന്തിക്കേണ്ട, വൈദ്യൻ ഫക്കീർ രക്ഷിക്കും. വീട്ടിലേക്ക് പോയി വെറുതെ ഇരിക്കുക, പുറത്തു പോകണ്ട. എന്നിൽ വിശ്വസിക്കൂ, ഭയപ്പെടുകയോ ചിന്തിക്കുകയോ വേണ്ട. എന്നിട്ട് അദ്ദേഹത്തെ വീട്ടിലേക്ക് അയച്ചു. ഉടനെ തത്യ പട്ടീലിനെയും കാക്കാ സാഹബ് ഡിക്സിറ്റിനെയും അയച്ച് ഷാമ തോന്നിയ സമയത്ത് ആഹാരം കഴിക്കാം, വീട്ടിനുള്ളിൽ ഉലാത്താം, പക്ഷേ കിടന്നുറങ്ങരുതെന്ന ആജ്ഞയും കൊടുത്തു. സംശയമില്ലാതെ ആജ്ഞകളെ അനുസരിക്കുകയും കുറെ നേരത്തിനുള്ളിൽ ഷാമ ശരിയാവുകയും ചെയ്തു. ഇതിൽ ഒന്ന് മാത്രമാണ് ഓർമ്മിക്കേണ്ടത്: ബാബയുടെ വാർത്തകൾ. 5 വാക്കുകളുള്ള മന്ത്രം: പോകൂ, പുറത്തു പോകൂ, താഴെ വരൂ. ഇവയൊക്കെ ഷാമാവിനുള്ളതായിരുന്നില്ല. അഥവാ തോന്നിയാലും അത് വാസ്തവത്തിൽ സർപ്പത്തിനുള്ള ആജ്ഞയും വിഷം ഷാമാവിൻ്റെ ദേഹത്തിൽ പരക്കാതിരിക്കുവാനും ആയിരുന്നു. മറ്റ് അറിവുള്ള മന്ത്രാക്ഷരം പോലെ അദ്ദേഹം മന്ത്രം, അരി, വെള്ളം മുതലായവ ഉപയോഗിച്ചിരുന്നില്ല. ബാബയുടെ വാക്കുകൾ വളരെ ശക്തിയുള്ളതായിരുന്നു, ഷാമയുടെ ജീവനെ രക്ഷിക്കാൻ. ഈ കഥ ഏതൊരുവൻ കേട്ടാലും അവൻ സായിബാബയിൽ പൂർണ്ണ വിശ്വാസിയാകും. മാത്രമല്ല, മായയാവുന്ന സമുദ്രത്തെ കടക്കുവാൻ ഒരേ ഒരു വഴി സായിബാബയുടെ കാലടികളെ ഹൃദയത്തിൽ സൂക്ഷിക്കുക മാത്രമാണ്. കോളറ രോഗം. കോളറ രോഗം ഷിർദിയിൽ പരക്കുമായിരുന്നു. അവിടുത്തെ നിവാസികൾ വളരെയധികം പേടിച്ച് മറ്റുള്ളവരുമായുള്ള സന്ദേശങ്ങൾ വരെ നിർത്തി. ഗ്രാമത്തിലെ 5 തലവന്മാർ ഒന്നിച്ചു ചേർന്ന് കോളറ പരക്കാതിരിക്കുവാനായി 2 ചടങ്ങുകൾ തീരുമാനിച്ചു. അവ: 1. എണ്ണ കൊണ്ടുവരുന്ന വണ്ടി ഷിർദിക്കകത്ത് വരരുത്. 2. ഒരു ആടിനെയും കൊല്ലരുത്. ആരെങ്കിലും ഈ ചടങ്ങുകളെ അനുസരിച്ചില്ലെങ്കിൽ ഗ്രാമ അധികാരികളോ 5 തലവന്മാരോ അവർക്ക് പിഴ വിധിക്കും. ബാബ ഇതെല്ലാം ഒരു മൂഢവിശ്വാസമാണെന്ന് അറിഞ്ഞു. അതുകൊണ്ട് ആ നിയമങ്ങളെ കൂട്ടാക്കിയില്ല. ആ നിയമം നിലവിലിരിക്കുമ്പോൾ ഒരു എണ്ണ വണ്ടിക്ക് ഗ്രാമത്തിലേക്ക് വരണമായിരുന്നു. എന്നാൽ അവിടുത്തെ ആളുകൾ ആ വണ്ടിയെ പുറത്താക്കുവാൻ ശ്രമിച്ചു. ഇതറിഞ്ഞ ബാബ ആ സ്ഥലത്തേക്ക് വന്ന് എണ്ണ വണ്ടിയെ മസ്ജിദിലേക്ക് നയിക്കുവാൻ പറഞ്ഞു. ആർക്കും ശബ്ദമുണ്ടാക്കുവാൻ ധൈര്യമുണ്ടായില്ല. ബാബയ്ക്ക് അദ്ദേഹത്തിൻ്റെ ധ്വനിക്ക് എണ്ണ ആവശ്യമായിരുന്നു. അതുകൊണ്ട് ബാബ അത് വാങ്ങിയിരുന്നു. അഗ്നിഹോത്രി പോലെ അദ്ദേഹത്തിൻ്റെ ധ്വനി രാവും പകലും ആയുസ് മുഴുവനും എരിഞ്ഞുകൊണ്ടിരുന്നു. ബാബയുടെ വീട്, അതായത് മസ്ജിദ്, സ്വതന്ത്രമായതും എല്ലാവർക്കും എപ്പോഴും തുറന്നിട്ടിരിക്കുന്നതുമായിരുന്നു. അഗ്നിഹോത്രി അതിന് പൂട്ടോ ചാവിയോ ഉണ്ടാക്കിയിരുന്നില്ല. ചില ആളുകൾ ആ ധ്വനിയിൽ നിന്ന് വിറകുകൾ എടുത്തുകൊണ്ട് പോയിരുന്നു. ബാബ അവരോട് ഒരിക്കലും ദേഷ്യം കാണിച്ചിരുന്നില്ല. ബാബ ഈ ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. അതിനാൽ ആരോടും ബന്ധമില്ലാതിരുന്നുവെങ്കിലും അദ്ദേഹം ഒരു സാധാരണ വീട്ടുടമസ്ഥനെ പോലെ പെരുമാറി. ജനങ്ങൾക്ക് ഒരു മാതൃകയായിരുന്നു. ഗുരുഭക്തിയുടെ പരീക്ഷ. നമുക്കിപ്പോൾ 2ാമത്തെ കോളറ നിയമം ബാബയിൽ എങ്ങനെ അനുഭവപ്പെട്ടു എന്ന് നോക്കാം. ആ നിയമം നിലവിലുള്ളപ്പോൾ ആരോ ഒരാൾ ആടിനെ മസ്ജിദിലേക്ക് കൊണ്ടുവന്നു. അത് വയസ്സായതും ക്ഷീണിച്ചതും മരിക്കുന്ന നിലയിലുമായിരുന്നു. ആ സമയത്ത് മാലേഗാവിലെ ഫക്കീർ പീർ മുഹമ്മദ് ബഡാ ബാബ അടുത്തുണ്ടായിരുന്നു. സായിബാബ അവനോട് ഒറ്റ വെട്ടിന് ആ ആടിൻ്റെ തല കാണിക്കയാക്കാൻ പറഞ്ഞു. ഈ ബഡാ ബാബയെ സായിബാബ വളരെയധികം ബഹുമാനിച്ചിരുന്നു. ബാബയുടെ വലതുവശത്ത് ഇരിക്കുക അവൻ്റെ പതിവായിരുന്നു. ആദ്യം ഹുക്ക പൈപ്പ് വലിച്ചയുടൻ ബാബയ്ക്കും പിന്നെ മറ്റുള്ളവർക്കും കൊടുത്തിരുന്നു. ഉച്ചയ്ക്കുള്ള ആഹാരം വിളമ്പിയതിനു ശേഷം ബാബ ബഡാ ബാബയെ വിളിച്ച് തൻ്റെ ഇടതുവശം ഇരുത്തി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക പതിവായിരുന്നു. ദക്ഷിണ വാങ്ങിയതിൽ നിന്ന് ബാബ അവന് ദിവസേന 50 രൂപ പതിവായി കൊടുത്തിരുന്നു. ബാബ അവൻ്റെ കൂടെ മസ്ജിദിൽ നിന്ന് പോകുമ്പോൾ 100 അടിയെങ്കിലും നടന്നു അവൻ്റെ കൂടെ ചെന്നിരുന്നു. അവരുടെ ബന്ധം അങ്ങനെയുള്ളതായിരുന്നു. ബാബ അവനോട് ആടിൻ്റെ തല വെട്ടാൻ പറഞ്ഞപ്പോൾ ബഡാ ബാബ എതിർത്തു പറഞ്ഞു, എന്തിനാണ് ഞാൻ അതിനെ വെറുതെ കൊല്ലുന്നത്? പിന്നെ ബാബ ഷാമയോട് ആ പ്രവൃത്തി ചെയ്യാൻ കൽപ്പിച്ചു. അദ്ദേഹം ഉടനടി രാധാകൃഷ്ണ മായയുടെ അടുത്ത് ചെന്ന് ഒരു കത്തി കൊണ്ടുവന്ന് ബാബയുടെ മുമ്പിൽ വെച്ചു. പിന്നീട് എന്തിനാണ് കത്തി ആവശ്യപ്പെട്ടതെന്നറിഞ്ഞ് ആ സ്ത്രീ അത് തിരിച്ചു വാങ്ങി. വേറൊരു കത്തി കൊണ്ടുവരാൻ ഷാമ ശ്രമിച്ചു. പക്ഷേ വാടാവിൽ നിന്ന് വേഗത്തിൽ തിരിച്ചു വന്നില്ല. അതിനുശേഷം ആ പ്രവൃത്തി കാക്കാ സാഹബ് ഡിക്സിറ്റിൻ്റെതായി.
പക്ഷേ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ബാബ കത്തി കൊണ്ടുവന്ന് വെട്ടാൻ കൽപ്പിച്ചത്. അദ്ദേഹം സാത്തേവാഡയിലേക്ക് ചെന്ന് ഒരു കത്തിയുമായി വന്ന് ബാബയുടെ ആജ്ഞയിൽ അദ്ദേഹം ആടിനെ കൊല്ലാൻ തയ്യാറായി. അദ്ദേഹം ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവനും തൻ്റെ ആയുസ്സിൽ കൊല്ലൽ എന്താണെന്ന് അറിയാത്തവനുമായിരുന്നു. ക്രൂരമായ കാര്യം ചെയ്യുവാൻ മനസ്സില്ലായിരുന്നുവെങ്കിലും ആടിനെ കൊല്ലാനായി മനോധൈര്യം ഉണ്ടാക്കി. എല്ലാവരും അതിശയത്തോടു കൂടി ഒരു മുഹമ്മദീയൻ തുനിയാത്ത സംഗതി ഒരു ബ്രാഹ്മണനായ ഡിക്സിറ്റ് ഒരുങ്ങുന്നതിനെ നോക്കി നിന്നു. അദ്ദേഹത്തിൻ്റെ മുണ്ട് ഒതുക്കിക്കെട്ടി തൻ്റെ കൈ ഉയർത്തി ബാബയുടെ ആജ്ഞയ്ക്കായി കാത്തിരുന്നു. ബാബ പറഞ്ഞു, എന്താണ് നീ ആലോചിക്കുന്നത്? വെട്ടു. അദ്ദേഹം വെട്ടാൻ ഒരുങ്ങിയപ്പോൾ ബാബ നിർത്താനായി കൽപ്പിച്ചു. നീ ബ്രാഹ്മണനായിട്ടും ഒരു ആടിനെ കൊല്ലുന്നു. കാക്കാ സാഹബ് കൽപ്പന അനുസരിച്ച് വാൾ താഴെയിട്ട് ബാബയോട് പറഞ്ഞു, നിങ്ങളുടെ ആജ്ഞ ഒരു നീതിയും അത് അനുസരിക്കാനും മാത്രമേ ഞങ്ങൾക്കറിയുകയുള്ളൂ. അല്ലാതെ വേറൊരു ന്യായവും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ എപ്പോഴും അങ്ങയുടെ രൂപത്തിനെ ഓർമ്മിച്ച് രാവും പകലും ധ്യാനിക്കുന്നു. അല്ലാതെ കൊല്ലുന്നത് ശരിയോ തെറ്റോ ഞങ്ങൾക്കതിൻ്റെ വ്യാഖ്യാനമോ അതിനെപ്പറ്റി സംസാരിക്കാനോ ആഗ്രഹമില്ല. പക്ഷേ ഗുരുവിൻ്റെ ആജ്ഞയെ അനുസരിക്കേണ്ടത് ഞങ്ങളുടെ പ്രവൃത്തിയാണ്. അതിൽ പിന്നെ ബാബ കാക്കാ സാഹിബിനോട് പറഞ്ഞു, കൊല്ലുന്ന പണി ഞാൻ തന്നെ ചെയ്യും. ഫക്കീർമാർ ഇരിക്കുന്ന താക്കിയാവിനടുത്ത് ആ ആടിനെ അഴിച്ചുവിടണമെന്ന് തീരുമാനിച്ചു. ആടിനെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അത് വീണ് മരിച്ചു. ഹേമത് പന്ത് ആ അധ്യായത്തിൽ ഒരു വിവരണത്തോടു കൂടി എത്ര തരത്തിലുള്ള ശിഷ്യന്മാർ ഉണ്ടെന്ന് പറഞ്ഞു മുഴുമിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നു, 3 തരം ശിഷ്യന്മാരാണ്. ഒന്നാമത് ഏറ്റവും നല്ലത്, 2 ഏകദേശം സാധാരണമായത്, 3 വളരെ സാധാരണമായത്. എല്ലാറ്റിലും വെച്ച് ഊഹിച്ച് ഗുരുവിന് എന്താണ് വേണ്ടതെന്നും അത് ചെയ്യുന്നവനും ഗുരുവിൻ്റെ ആജ്ഞയ്ക്ക് എതിര് നിൽക്കാത്തവരുമാണ് ഏറ്റവും നല്ല ശിഷ്യന്മാർ. ഏകദേശം സാധാരണ ശിഷ്യന്മാർ ഗുരുവിൻ്റെ ആജ്ഞ അക്ഷരം പ്രതി സമയം കളയാതെ ചെയ്യുന്നവരാണ്. 3-ാം തരം സാധാരണ ശിഷ്യന്മാർ ആജ്ഞകളെ തള്ളിക്കൊണ്ടിരിക്കുന്നവരും അടിക്കടി തെറ്റുകൾ വരുത്തുന്നവരുമാണ്. ഭക്തന്മാർ ദൃഢവിശ്വാസത്തോടു കൂടിയ അറിവുണ്ടായിരിക്കണം. അതോടുകൂടി ക്ഷമാശീലവും ഉണ്ടായിരുന്നാൽ അവർ ആഗ്രഹിക്കുന്ന ആത്മജ്ഞാനം ദൂരെ ആയിരിക്കില്ല. ശ്വാസനിയന്ത്രണം, ഹഠയോഗം അല്ലെങ്കിൽ കഷ്ടമുള്ള യോഗ നിയന്ത്രണങ്ങൾ ഇതെല്ലാം ആവശ്യമില്ല. ഭക്തന്മാർക്ക് മേൽപ്പറഞ്ഞ ഗുണങ്ങൾ സിദ്ധിച്ചാൽ അവർ ആജ്ഞകൾക്ക് തയ്യാറാകും. അതിൽ പിന്നെ ഗുരുക്കന്മാർ അവരെ ആത്മീയ വഴിക്ക് നയിക്കുകയും അതിൽ തെറ്റില്ലാതെയാക്കി തീർക്കുകയും ചെയ്യുന്നു. അടുത്ത അധ്യായത്തിൽ നാം ബാബയുടെ രസകരമായ പല കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. ശ്രീ സായിനാഥന് നമസ്കാരം. ഓം സായിറാം. ജയ് മോഹൻജി. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.